ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഇന്നത്തെ പെയിന്റിംഗ് ലോർഡ് ശിവ ഇൻ മെഡിറ്റേഷൻ. എല്ലാവർക്കും നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്നത്തെ വീഡിയോയിൽ സ്കെച്ചിങ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുമല്ലോ. വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും വരച്ചു നോക്കുക. പുരാതന കാലം മുതൽക്കേ ആരാധിച്ചു വരുന്ന പിതൃദൈവമാണ് ശിവൻ. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിൽ ഒരാളാണ് ശിവൻ, പരമശിവൻ അഥവാ ശ്രീ പരമേശ്വരൻ. ഹിന്ദു മതത്തിലെ ശൈവ വിഭാഗം പരമശിവനെ പ്രധാന ദൈവമായും ദേവന്മാരുടെ ദേവനായും മഹാദേവനായും ഈശ്വരനായും ദക്ഷിണാമൂർത്തിയായും പരമാത്മാവായും ആരാധിക്കുന്നു. ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം. ശൈവ പുരാണങ്ങൾ പ്രകാരം ശിവൻ ശരീരത്തിലെ ജീവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു. ശിവ സാന്നിധ്യമില്ലാത്ത ശരീരം ശവ സമാനമായി കണക്കാക്കപ്പെടുന്നു. ആപത്തുകളും അകാല മരണങ്ങളും ഒഴിവാക്കാൻ നിത്യവും മൃത്യുഞ്ജയനായ ശ്രീ പരമേശ്വരനെ ഭജിക്കണം എന്നാണ് ശൈവ ഹൈന്ദവ വിശ്വാസം. നിത്യവും ശിവാരാധന ചെയ്യുന്ന ഭക്തർ മരണാനന്തരം ശിവനായി തീരുന്നുവെന്നും കൈലാസത്തിൽ ശിവനിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുന്നുവെന്നും വിശ്വാസം. ത്രിമൂർത്തികളിൽ സംഹാരത്തിന്റെയും മൃത്യുവിജയത്തിന്റെയും ആയുസ്സിന്റെയും ദൈവമായാണ് ശിവനെ പരാമർശിക്കുന്നത്. ചില വിശ്വാസ സംഹിതകൾ പ്രകാരം സമ്പത്തിന്റെ യഥാർത്ഥ ദൈവവും ശിവൻ തന്നെയാണ്. ശൈവ സമ്പ്രദായത്തിലെ വിശ്വാസപ്രകാരം പ്രപഞ്ചം നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും പരിവർത്തനം ചെയ്യുന്നതും സംഹരിക്കുന്നതും എല്ലാം ശിവനും ശക്തിയും ചേർന്നാണ്. വിശ്വാസികൾ പൊതുവെ ആയുസിന്റെ ദൈവമായാണ് മഹാദേവനെ കണക്കാക്കുന്നത്. അതിനാൽ ശിവനെ മൃത്യുഞ്ജയൻ അഥവാ മൃത്യുവിജയി എന്നും അറിയപ്പെടുന്നു. മരണഭയം അകലുവാനും ദീർഘായുസ് ഉണ്ടാവുവാനും അപകടങ്ങൾ, അകാല മരണങ്ങൾ എന്നിവ ഒഴിയുവാനും മഹാരോഗങ്ങൾ അകലുവാനും ഹൈന്ദവർ മൃത്യുഞ്ജയനായ ശിവനെ ആരാധിച്ചു വരുന്നു. രോഗനാശകനായ ശിവനെ വൈദ്യനാഥൻ എന്നും വിശ്വാസികൾ വിളിക്കുന്നു. ശിവപുരാണ പ്രകാരം പരമശിവൻ സ്വയംഭൂവാണ്. അതിനാൽ പരമശിവൻ ജനനത്തിനും മരണത്തിനും അതീതനായി നിലനിൽക്കുന്നു. ഹിന്ദു ഐതിഹ്യമനുസരിച്ച് ബ്രഹ്മാവ് സൃഷ്ടികർത്താവും വിഷ്ണു പരിപാലകനും ശിവൻ സംഹാരിയുമാണ്. ക്ഷിപ്രപ്രസാദിയായ ശിവൻ ക്ഷിപ്രകോപിയുമാണ്. നെറ്റിയിൽ മൂന്നാമതൊരു കണ്ണു കൂടിയുണ്ട് ഭഗവാൻ ശിവന്. ഭഗവാന്റെ ആ തൃക്കണ്ണ് തുറന്നാൽ സകലതും നശിക്കുമെന്ന് കരുതുന്നു. ശിവന്റെ ജനനത്തിനു പിന്നിൽ രസാവഹമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ബ്രഹ്മദേവനും വിഷ്ണുദേവനും തമ്മിൽ ഒരു തർക്കം നടക്കുകയായിരുന്നു. തങ്ങളിൽ ആരാണ് ബലിഷ്ഠനും ഉഗ്രപ്രതാപിയും എന്നതായിരുന്നു തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് മുന്നിൽ തീക്ഷണമായി ജ്വലിക്കുന്ന ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപത്തിന്റെ ഒരഗ്രം പാതാളത്തെയും മറ്റേ അഗ്രം ഭൂമിയെയും കീറിമുറിച്ചു പോയിരുന്നു. ഇത് കണ്ട് അതിശയോക്തി പൂണ്ട ദേവന്മാർക്ക് ഒരു ഉപായം തോന്നി. അവർ ബ്രഹ്മാവാണോ വിഷ്ണുവാണോ ശക്തിമാൻ എന്നറിയാൻ ഒരു ഉപാധി വെച്ചു. ഈ രൂപത്തിന്റെ അഗ്രം ആരാണ് ആദ്യം കണ്ടെത്തുന്നത് അവരാണ് ഏറ്റവും ബലിഷ്ഠൻ എന്നായിരുന്നു ഉപാധി. അത് സമ്മതിച്ച ബ്രഹ്മദേവൻ ഒരു കാട്ടുപന്നിയുടെ രൂപം കൈക്കൊണ്ട് ആ രൂപത്തിന്റെ പാദം കണ്ടെത്താൻ താഴേക്കും, മഹാവിഷ്ണു ഒരു പക്ഷിയുടെ രൂപം കൈക്കൊണ്ട് ആ രൂപത്തിന്റെ തല കണ്ടെത്താൻ മുകളിലേക്കും പോയി. കാലങ്ങളോളം നീണ്ട തിരച്ചിലിൽ അവർക്ക് ആ രൂപത്തിന്റെ അഗ്രം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പരാജയം സമ്മതിച്ച് തിരിച്ചു വന്ന ഇരുവരും കണ്ടത് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശിവനെയാണ്. അപ്പോഴാണ് അവരുടെ ശക്തികൾക്കും അതീതനായ മറ്റൊരു ശക്തി ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത്. ഈ പ്രപഞ്ചം മുഴുവൻ കുടികൊള്ളുന്ന ശക്തിയാണ് അതെന്ന് അവർക്ക് മനസ്സിലായി. ശിവന് ജനനമോ മരണമോ ഇല്ല. സർവശക്തികളുടെയും ഉറവിടമായ ശിവൻ ശ്മശാനത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു.
തലയോട്ടിയും മൃഗത്തോലും ധരിക്കുന്ന ശിവൻ ദിക്ക് വസ്ത്രമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദിഗംബരൻ എന്നറിയപ്പെടുന്നു. പഞ്ചഭൂതങ്ങളാൽ കേളികളാടുന്ന ശിവൻ തന്റെ താണ്ഡവ നടനം കൊണ്ട് നടരാജനായി അറിയപ്പെടുന്നു. ഹിമാലയ സാനുക്കളിൽ കഠിന തപസ്സിൽ മുഴുകുന്ന ശിവൻ തന്റെ ഭക്തർക്കു മുൻപിൽ സദാ പ്രത്യക്ഷനാകുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം കൈലാസ പർവ്വതം പരമശിവന്റെ വാസസ്ഥലമായി കരുതുന്നു. അദ്ദേഹം തന്റെ പത്നിയായ ശ്രീ പാർവതി ദേവിയുമൊത്ത് ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണ് കൈലാസ പർവ്വതം എന്ന് വിശ്വസിക്കുന്നു. വിഷ്ണു പുരാണത്തിൽ കൈലാസ പർവ്വതത്തെ കുറിച്ച് പരാമർശമുണ്ട്. പർവ്വതത്തിന്റെ 4 ഭാഗങ്ങളിൽ ഓരോന്നും സ്ഫടികം, രത്നം, സ്വർണം, വൈഡൂര്യം എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയുന്നു. കഴുത്തിലെ സർപ്പം, അലങ്കരിച്ച ചന്ദ്രക്കല, മുടിയിൽ നിന്ന് ഒഴുകുന്ന ഗംഗാനദി, നെറ്റിയിലെ 3ാമത്തെ കണ്ണ്, വലത്തെ കൈയിൽ മഴുവും ഇടത്തെ കൈയിൽ മാൻകുഞ്ഞും എന്നിവയാണ് ശിവന്റെ പ്രതിരൂപങ്ങൾ. സ്മാർത്ത പാരമ്പര്യത്തിലെ പഞ്ചതാന പൂജയിലുള്ള 5 തുല്യ ദൈവങ്ങളിൽ ഒരാളാണ് ശിവൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം മരണമില്ലാത്തവനായതിനാലും യമനെ സംഹരിച്ചതിനാലും ഭഗവാന് മൃത്യുഞ്ജയൻ എന്ന് നാമമുണ്ട്. ശിവപുരാണ പ്രകാരം മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ തലയിലെഴുത്തായി അപമൃത്യുവോ മാരക പീഡയോ ഉണ്ടെങ്കിൽ മൃത്യുഞ്ജയനായ ഭഗവാൻ അതിനെ മാറ്റി ആ ഭക്തർക്ക് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും നൽകും എന്നാണ് വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചിത്രങ്ങളെയും ചിത്രകലയെയും ഇഷ്ടപ്പെടുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ സ്കെച്ചിങ്ങിന്റെ കളറിംഗ് ആണ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും മറക്കാതെ കാണുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. നന്ദി, നമസ്കാരം. താങ്ക് യു.